അയാൾ നമ്മളിന്ന് ഫൈക്കോളജിയിലെ പെൻഡിങ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മുന്നത്തെ സിലബസ് വൈസ് 3 ടോപ്പിക്സ് കവർ ചെയ്തു. ഇന്ന് ഫൈക്കോളജിയിലെ റിമൈനിങ് 2 പോർഷൻസ് ആണ് നോക്കുന്നത്. അതിൽ പാറ്റേൺസ് ഓഫ് ലൈഫ് സൈക്കിൾ ആൻഡ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൈനോഫൈറ്റ, ക്ലോറോഫൈറ്റ, സാന്തോഫൈറ്റ ആൻഡ് ബാസിലാരിയോഫൈറ്റ, ഫിയോഫൈറ്റ ആൻഡ് റോഡോഫൈറ്റ ഉണ്ട്. ദെൻ നമ്മുടെ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ മാക്സിമം നമ്മൾ ഇന്ന് തന്നെ ഈ 2 ടോപ്പിക്കും കവർ ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്, ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. പിന്നെ എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും നമ്മൾ റിവൈസ് ചെയ്യുക. ഇപ്പം ഇതിലെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്ത ചോദ്യങ്ങളിൽ തന്നെ ചിലപ്പം തിരിച്ചും മറിച്ചും പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിങ്ങനെ അറ്റൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് നമ്മൾ മുന്നേ അറ്റൻഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണല്ലോ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വരും. അങ്ങനെ അത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സൈനോഫൈറ്റനെ കുറിച്ച്. സൈനോഫൈറ്റ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ, അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈനോഫൈറ്റ ആർ ഓൾസോ നോൺ ആസ്, ഇതാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അടുത്തത്, സൈനോഫൈറ്റ ആർ ക്ലാസിഫൈഡ് അണ്ടർ, ഏതാ? ഓപ്ഷൻ എ യൂക്കാരിയോട്ട്, ഓപ്ഷൻ ബി പ്രൊക്കാരിയോട്ട്, ഓപ്ഷൻ സി ഫംജൈ, ഓപ്ഷൻ ഡി പ്രോട്ടിസ്റ്റ. ഏതാണ് ആൻസർ? സൈനോഫൈറ്റ ആർ ക്ലാസിഫൈഡ് അണ്ടർ ഓപ്ഷൻ ബി പ്രൊക്കാരിയോട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പിഗ്മെന്റ് റെസ്പോൺസിബിൾ ഫോർ ദി ബ്ലൂ ഗ്രീൻ കളർ. നമ്മുടെ സൈനോഫൈറ്റയുടെ ബ്ലൂ ഗ്രീൻ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്? പിഗ്മെന്റ് ഓപ്ഷൻ സി ഫൈക്കോസയാനിൻ. ഓപ്ഷൻ സി ഫൈക്കോസയാനിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൈനോഫൈറ്റ ലാക്ക്, ഓപ്ഷൻ എ സെൽ വാൾ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ, ഓപ്ഷൻ സി ട്രൂ ന്യൂക്ലിയസ്, ഓപ്ഷൻ ഡി സൈറ്റോപ്ലാസം. ഏതാണ്? ഓപ്ഷൻ സി ട്രൂ ന്യൂക്ലിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ഫുഡ് ഇൻ സൈനോഫൈറ്റ. ഏതാണ്? ഓപ്ഷൻ സി സൈനോഫൈസിൻ സ്റ്റാർച്ച് ആണ്. ഓക്കെ, ഓപ്ഷൻ സി സൈനോഫൈസിൻ സ്റ്റാർച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽ വാൾ ഓഫ് സൈനോഫൈറ്റ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്. ദി സെൽ വാൾ ഓഫ് സൈനോഫൈറ്റ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, ഏതാണ്? ഓപ്ഷൻ സി പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓപ്ഷൻ സി പെപ്റ്റിഡോഗ്ലൈക്കൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രജൻ ഫിക്സേഷൻ ഒക്കേഴ്സ് ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ആസ്, അറിയാലേ, ഏതാണ്? ഹെറ്ററോസിസ്റ്റ് ആണ്. ഹെറ്ററോസിസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്കൈനറ്റിസ് ആർ, എന്താണ്? റിപ്രൊഡക്റ്റീവ് സെൽസ് ആണോ? റെസ്റ്റിംഗ് സ്പോർസ് ആണോ? മോട്ടൈൽ സ്പോർസ് ആണോ? ഗാമീറ്റ്സ് ആണോ? ഏതാണ്? റെസ്റ്റിംഗ് സ്പോർസ് ആണ്. ഓക്കെ, റെസ്റ്റിംഗ് സ്പോർസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോർമോഗോണിയ ആർ ഇൻവോൾവ് ഇൻ. ഹോർമോഗോണിയ ആർ ഇൻവോൾവ് ഇൻ, ഓപ്ഷൻ എ സെക്ഷൽ റിപ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ, ഓപ്ഷൻ സി സെക്ഷൽ സ്പോർ ഫോർമേഷൻ, ഓപ്ഷൻ ഡി ഗാമേറ്റ് ഫ്യൂഷൻ. ഏതാണ് ഹോർമോഗോണിയ എന്ന് പറയുന്നത്? അത് ഒരു വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനോഫൈറ്റ റിപ്രൊഡ്യൂസ് മെയിൻലി ബൈ. സൈനോഫൈറ്റ റിപ്രൊഡ്യൂസ് മെയിൻലി ബൈ, ഓപ്ഷൻ സി വെജിറ്റേറ്റീവ് മെത്തേഡ്. വെജിറ്റേറ്റീവ് മെത്തേഡ്. അടുത്തത്, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ സൈനോഫൈറ്റ. സൈനോഫൈറ്റയിലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ, ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആബ്സെന്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആബ്സെന്റ് ആണ്. അടുത്ത ചോദ്യം, സൈനോഫൈറ്റയ്ക്ക് എക്സാമ്പിൾ ഓഫ് സൈനോഫൈറ്റ. ഏതാണ്? അൾവയാണോ? നോസ്റ്റോക്ക് ആണോ? സർഗാസം ആണോ? പോളിസൈഫോണിയ ആണോ? ഓപ്ഷൻ ബി നോസ്റ്റോക്ക് ആണ്. നോസ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് വാക്യൂൾ ഇൻ സൈനോഫൈറ്റ ഹെൽപ്പ് ഇൻ. എന്തിനായിരിക്കും ഗ്യാസ് വാക്യൂൾ ഹെൽപ്പ് ചെയ്യുന്നത്? അറിയാലേ, ഏതാണ്? ഓപ്ഷൻ ബി ബോയൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനോഫൈറ്റ ഷോസ് വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഏതാ? നമ്മൾ പറഞ്ഞു സൈനോഫൈറ്റ എന്ന് പറയുന്നത് പ്രോകാരിയോട്ട് ആണല്ലേ. സോ ഓപ്ഷൻ ബി പ്രോകാരിയോട്ടിക് താലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈനോഫൈറ്റ ബിലോങ് ടു, ഓപ്ഷൻ എ പ്രോട്ടിസ്റ്റ, ഓപ്ഷൻ ബി മൊനേറ, ഓപ്ഷൻ സി പ്ലാന്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫംജൈ. ഏതാണ്? സൈനോഫൈറ്റ ഇസ് ബിലോങ് ടു ഓപ്ഷൻ ബി മൊനേറ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്ലോറോഫൈറ്റന്റെ കുറച്ച് ചോദ്യങ്ങളാണ്. സോ ക്ലോറോഫൈറ്റ ആർ കോമൺലി നോൺ ആസ് ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗെ. The chief pigment in chlorophyta is chlorophyll A and B. Reserve food in chlorophyta is, ഏതാണ്? സ്റ്റാർച്ച് ആണ് അല്ലേ. ഓപ്ഷൻ സി സ്റ്റാർച്ച്. The cell wall of chlorophyta is mainly composed of, ഓപ്ഷൻ D cellulose. Chlorophyta are mostly found in, ഏത് ഹാബിറ്റേറ്റിലാണ് കാണാൻ പറ്റുക? മറൈൻ ആണോ? ഫ്രഷ് വാട്ടർ ആണോ? ഡെസേർട്ട് ആണോ? അല്ലെങ്കിൽ ഹോസ്റ്റ് ബോഡിയിലാണോ? എങ്ങനെയാണ് ക്ലോറോഫൈറ്റിനെ നമുക്ക് കാണാൻ പറ്റുക? ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഓപ്ഷൻ ബി ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ്. അടുത്തത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ക്ലോറോഫൈറ്റ.
സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? അത് ഓപ്ഷൻ സി യൂണിസെല്ലുലാർ ആണ്. എക്സാമ്പിൾ ഓഫ് യൂണിസെല്ലുലാർ ക്ലോറോഫൈറ്റ ഇസ് വെരി ഈസി. ഏതാണ്? ഓപ്ഷൻ സി ക്ലമൈഡോമോണസ്. അഗെയിൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. കൊളോണിയൽ ഫോം ഇസ് സീൻ ഇൻ വോൾവോക്സ്. ഓപ്ഷൻ ബി വോൾവോക്സ്. നെക്സ്റ്റ് ഫിലമെന്റസ് ആൽഗെ, അതിനുള്ള എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ സി സ്പൈറോഗൈറ. അടുത്തത് പാരൻകൈമാറ്റസ് താലസ് ഈസ് പ്രസന്റ് ഇൻ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ഓപ്ഷൻ എ അൾവ. അടുത്തത് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ കോമൺലി ഒക്കേഴ്സ് ബൈ, ഓപ്ഷൻ ബി ഫ്രാഗ്മെന്റേഷൻ. ഇതൊക്കെ നമ്മൾ മുന്നേ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് asexual reproduction in Chlorophyta is by zoospores. അടുത്തത് zoospores are ഏതാണ്? motile ആണല്ലോ, ഓപ്ഷൻ ബി motile. അടുത്തത് simplest type of sexual reproduction is, ഓപ്ഷൻ സി ഐസോഗമി. അടുത്ത ചോദ്യം അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഈസ്, ഓപ്ഷൻ ബി ഊഗമി. അടുത്തത് കോൺജുഗേഷൻ as occurs in, ഓപ്ഷൻ ബി സ്പൈറോഗൈറ. അടുത്തത് മോസ്റ്റ് ക്ലോറോഫൈറ്റ ഷോസ് അവർ ഏത് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിളാണ് കാണിക്കുക? ക്ലോറോഫൈറ്റ കൂടുതലായിട്ടും ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് കാണിക്കുക കേട്ടോ. നോട്ട് ചെയ്തോളൂ, ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളാണ് ക്ലോറോഫൈറ്റ കാണിക്കുക. മുന്നേ പറഞ്ഞതൊക്കെ കുറച്ച് സ്പീഡായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എല്ലാം ഒരു തവണ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അടുത്തത് എക്സാമ്പിൾ ഓഫ് ഐസോമോർഫിക് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓക്കെ, അല്ലെങ്കിൽ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നത് ഏതാണെന്നാണ് എക്സാമ്പിൾ ആണ് അൾവ കേട്ടോ, ഓപ്ഷൻ ബി അൾവ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. പൈറനോയിഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? ഓപ്ഷൻ എ റെസ്പിറേഷൻ ആണോ? ഓപ്ഷൻ ബി സ്റ്റോറേജ് ഓഫ് സ്റ്റാർച്ച് ആണോ? ഓപ്ഷൻ സി മൂവ്മെന്റ് ആണോ? ഓപ്ഷൻ ഡി റിപ്രൊഡക്ഷൻ ആണോ? ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റോറേജ് ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, അടുത്തത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐസ്പോട്ട് അല്ലെങ്കിൽ സ്റ്റിഗ്മ എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ഇൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ റീപ്രൊഡക്ഷൻ, ഓപ്ഷൻ ബി ഫോട്ടോസിന്തസിസ്, ഓപ്ഷൻ സി ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി റെസ്പിറേഷൻ. ഇതിനു വേണ്ടിയിട്ട് ഐസ്പോട്ട് സഹായിക്കുക? ഓപ്ഷൻ സി ലൈറ്റ് ഡിറ്റക്ഷൻ. നെക്സ്റ്റ് ഫ്ലജല്ല ഇൻ ക്ലോറോഫൈറ്റ ആർ എങ്ങനെയുള്ളതാണ്? അവർ ഐസോകോണ്ട് ആണ്. ഓക്കെ, ഈക്വൽ ആണ്. ഓപ്ഷൻ സി ഈക്വൽ ഐസോകോണ്ട്. അടുത്തത് ക്ലോറോപ്ലാസ്റ്റ് ഷേപ്പ് ഇൻ സ്പൈറോഗൈറയിലെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പ് എങ്ങനെയാണ്? നമുക്ക് ടേം തന്നെ കിട്ടൂലേ, സ്പൈറോഗൈറ. എങ്ങനെയാണ്? സ്പൈറൽ ആണ്. ഓപ്ഷൻ ബി സ്പൈറൽ. അടുത്തത് ക്ലോറോഫൈറ്റ ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഫംജി ആണോ? ബ്രയോഫൈറ്റ് ആണോ? ഹയർ പ്ലാന്റ്സ് ആണോ? ബാക്ടീരിയ ആണോ? ആൻസർ ഓപ്ഷൻ സി ഹയർ പ്ലാന്റ്സ്. അടുത്ത സെഷൻ നോക്കാം. നമുക്ക് സാന്തോഫൈറ്റ അല്ലെങ്കിൽ യെല്ലോ ഗ്രീൻ ആൽഗിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാന്തോഫൈറ്റ ആർ കോമൺലി നോൺ ആസ്, ഏതാണ്? ഓപ്ഷൻ സി യെല്ലോ ഗ്രീൻ ആൽഗി. അടുത്തത് ദ ക്യാരക്ടറിസ്റ്റിക് പിഗ്മെന്റ് ഓഫ് സാന്തോഫൈറ്റ ഏതായിരിക്കും? ഓഫ്കോഴ്സ് അത് സാന്തോഫിൽ ആണ്. വിച്ച് പിഗ്മെന്റ് ഈസ് ആബ്സെന്റ് ഇൻ സാന്തോഫൈറ്റ? സാന്തോഫൈറ്റയിൽ ആബ്സെന്റ് ആയിട്ടുള്ള പിഗ്മെന്റ് ഏതാണ്? അത് ഓപ്ഷൻ ബി ക്ലോറോഫിൽ ബി ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. സാന്തോഫൈറ്റയിൽ ഇല്ലാത്ത പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ ബി. അടുത്തത് ദ യെല്ലോ ഗ്രീൻ കളർ ഈസ് ഡ്യൂ ടു, എന്ത് യെല്ലോ ഗ്രീൻ കളറിന് കാരണം എന്താണ്? അത് സാന്തോഫിൽ പിഗ്മെന്റ് ആണ്. അത് റിസർവ് ഫുഡ് ഇൻ സാന്തോഫൈറ്റ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. റിസർവ് ഫുഡ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റിസർവ് ഫുഡ് ഇൻ സാന്തോഫൈറ്റ അല്ലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് ഓയിലും അതുപോലെ ല്യൂക്കോസിനും ആണ്. ഓപ്ഷൻ സി ഓയിൽ ആൻഡ് ല്യൂക്കോസിൻ. അടുത്തത് ദ സെൽവാൾ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, ഏതിന്റെ സെൽവാളിന്റെ കാര്യം പറയുന്നത്? സാന്തോഫൈറ്റിന്റെ സെൽവാൾ കേട്ടോ. അപ്പോൾ സാന്തോഫൈറ്റിന്റെ സെൽവാൾ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, ഓപ്ഷൻ എ സെല്ലുലോസ്. അടുത്തത് താലസ് ഇൻ സാന്തോഫൈറ്റ ഈസ് കോമൺലി, ഒരു താലസ് എങ്ങനെയാണ്? ഓപ്ഷൻ സി ഫിലമെന്റസ് ആൻഡ് സൈഫോണീഷ്യസ്. ഓക്കെ, താലസ് എന്ന് പറയുന്നത് ഫിലമെന്റസ് ആണ്, അതുപോലെ അല്ലെങ്കിൽ സൈഫോണീഷ്യസ് ആണ്. അടുത്തത് സൈഫോണീഷ്യസ് താലസ് ഏതിലാണ് കാണുന്നത്? വൗച്ചേറിയയിലാണ് കാണുന്നത്. സിനോസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിനോസൈറ്റിക് മീൻസ് എന്താ? സിംഗിൾ ന്യൂക്ലിയസ് ആണോ? അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് വിത്ത് സെപ്റ്റ ആണോ? അല്ലെങ്കിൽ വിത്ത് ക്രോസ് വാൾസ് ആണോ? അല്ലെങ്കിൽ ഓൺലി ഹാപ്ലോയിഡ് സെൽസ് ആണോ? ഏതാണ് സിനോസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ ബി മൾട്ടി ന്യൂക്ലിയേറ്റ് വിത്തൗട്ട് സെപ്റ്റ. അതായത് ഒരു ഇതിൽ തന്നെ ഒരു സെല്ലിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് ഉള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ സിനോസെറ്റിക് എന്ന് പറയുന്നത്. അടുത്തത് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഈസ് ഒക്കേഴ്സ് ബൈ, ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ഫ്രാഗ്മെന്റേഷൻ ആണ്. ഓപ്ഷൻ ബി ഫ്രാഗ്മെന്റേഷൻ. എഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യം അസെക്ച്വൽ റിപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ബൈ സൂസ്പോസ്.
ഇനി സൂസ്പോസ് ഇൻ സാന്തോഫൈറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി മോട്ടൈലാണ്. നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലേ സൂസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൈലാണെന്നുള്ളത്. അടുത്തത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ സാന്തോഫൈറ്റ എന്ന് പറയുന്നത് റെയർ ആയിരിക്കും. സാന്തോഫൈറ്റയിലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ റെയർ ആണ്. വെൻ പ്രസന്റ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് യൂഷ്വലി ഊഗമി. ഇനിയിപ്പം അതിൽ സാന്തോഫൈറ്റയിലെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അത് റെയർ ആണ്. ഇനി അഥവാ അവരിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഊഗമി പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. അടുത്തത് ലൈഫ് സൈക്കിൾ ഇൻ സാന്തോഫൈറ്റ ആർ ജനറലി ഓപ്ഷൻ ബി ഹാപ്ലോണ്ടിക് ആണ്. ഓക്കെ, ഹാപ്ലോണ്ടിക് ആയിരിക്കും. അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഇൻ സാന്തോഫൈറ്റ ലാക്ക് ക്ലോറോഫിൽ ബി. ക്ലോറോഫിൽ ബി നമുക്ക് സാന്തോഫൈറ്റയിൽ കാണാനായിട്ട് പറ്റില്ല. അടുത്തത് എക്സാമ്പിൾ ഓഫ് സാന്തോഫൈറ്റ ഏതാണ്? ഓപ്ഷൻ ബി വൗച്ചേറിയ. വൗച്ചേറിയാണ്. അടുത്തത് ഫ്ലെജല്ല ഇൻ സാന്തോഫൈറ്റ ആർ അൺഈക്വൽ. ദേ ആർ അൺഈക്വൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാസിലാരിയോഫൈറ്റനെ പറ്റിയാണ്. ഓക്കെ, അപ്പം ബാസിലാരിയോഫൈറ്റ they are commonly known as diatoms. Okay, they are commonly known as option C diatoms. അടുത്ത ചോദ്യം, the cell wall of diatom is composed of. എളുപ്പമുള്ള ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ബി സിലിക്ക. അടുത്തത് the silicious wall of diatoms are called. ആ ഒരു വാളിനെ, സിലിക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാളിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫ്രസ്റ്റ്യൂൾ, ഓപ്ഷൻ ബി ലോറിക്ക, ഓപ്ഷൻ സി തീക്ക, ഓപ്ഷൻ ഡി ക്യാപ്സ്യൂൾ. ഏതാണ്? അത് നമ്മൾ ഫ്രസ്റ്റ്യൂൾ എന്നാണ് പറയുക. ഓപ്ഷൻ എ ഫ്രസ്റ്റ്യൂൾ. അടുത്ത the frustules are consist of എന്താണ്? ഒരു സിംഗിൾ വാൾവ് ഉള്ളതാണോ, അല്ലെങ്കിൽ 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ 3 ലെയേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഡെഫിനറ്റ് സ്ട്രക്ചർ ഇല്ലേ? എന്താണ് ആൻസർ? ഫ്രസ്റ്റ്യൂൾസ് എന്ന് പറയുന്നത് 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ആണ്. ഓക്കെ, 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ആണ് ഫ്രസ്റ്റ്യൂൾസ് എന്ന് പറയുന്നത്. The 2 halves of frustules are called. ആ 2 ഹാഫ്സിനെ നമ്മൾ പറഞ്ഞു 2 ഓവർലാപ്പിംഗ് ഹാഫ്സ് ആണെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ എന്താ പറയുക? അതിന് നമ്മൾ എപ്പിത്തീക്ക ആൻഡ് ഹൈപ്പോത്തീക്ക എന്നാണ് പറയുക. ഓക്കെ, ഓപ്ഷൻ എ എപ്പിത്തീക്ക ആൻഡ് ഹൈപ്പോത്തീക്ക. അടുത്തത് ദ ക്യാരക്ടറിസ്റ്റിക്സ് പിഗ്മെന്റ് ഇൻ ഡയാറ്റംസ്. ഡയാറ്റംസിലെ ക്യാരക്ടറിസ്റ്റിക് പിഗ്മെന്റ് ഏതാണ്? അത് ഫ്യൂക്കോസാന്തിൻ ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ഫ്യൂക്കോസാന്തിൻ ആണ്. അടുത്തത് ദി ഗോൾഡൻ ബ്രൗൺ കളർ ഓഫ് ഡയാറ്റംസ് ഈസ് ഡ്യൂ ടു. ഡയാറ്റംസിലുള്ള ഗോൾഡൻ ബ്രൗൺ കളർ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് പിഗ്മെന്റ് ആണ് അതിന് കാരണമായിരിക്കുന്നത്? അത് ഓപ്ഷൻ സി ഫ്യൂക്കോസാന്തിൻ. ഫ്യൂക്കോസാന്തിൻ. ദെൻ റിസർവ് ഫുഡ് ഇൻ ഡയാറ്റംസ്. എഗെയിൻ നമ്മൾ റിസർവ് ഫുഡിന്റെ ചോദ്യം വന്നു അല്ലെ. റിസർവ് ഫുഡ് ഇൻ ഡയാറ്റം ഏതാണ്? അത് ലൂക്കോസിൻ ആൻഡ് ഓയിൽ ആണ് കേട്ടോ. ഓപ്ഷൻ സി ലൂക്കോസിൻ ആൻഡ് ഓയിൽ. അടുത്തത് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഇൻ ഡയാറ്റംസ് ഒക്കേഴ്സ് ബൈ. വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഇൻ ഡയാറ്റംസ് ഒക്കേഴ്സ് ബൈ ഓപ്ഷൻ സി സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ. അടുത്തത് ഡ്യൂറിങ് വെജിറ്റേറ്റീവ് ഡിവിഷൻ സൈസ് ഓഫ് ദി ഡോട്ടർ സെൽ എന്താ ചെയ്യുക? അത് ഇൻക്രീസ് ചെയ്യോ, ഡിക്രീസ് ചെയ്യോ, അല്ലെങ്കിൽ അത് സെയിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ആവോ? എങ്ങനെയായിരിക്കും? വെജിറ്റേറ്റീവ് ഡിവിഷനിൽ സ്വാഭാവികമായിട്ടും അവരുടെ സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുക കേട്ടോ. ഡിക്രീസ്. ഓപ്ഷൻ ബി ഡിക്രീസ്. അടുത്തത് സൈസ് റീസ്റ്റോറേഷൻ ഇൻ ഡയാറ്റംസ് ഈസ് ഒക്കേഴ്സ് ബൈ. സൈസ് റീസ്റ്റോറേഷൻ ഇൻ ഡയാറ്റംസ് ഈസ് ഒക്കേഴ്സ് ബൈ ഏത് വെച്ചിട്ടാണ്? സൂസ്പോസ് ആണോ, എപ്ലാനോസ്പോസ് ആണോ, ഓക്സോസ്പോസ് ആണോ, അല്ലെങ്കിൽ ഹോർമോഗോണി ആണോ? ആൻസർ ഓപ്ഷൻ സി ഓക്സോസ്പോസ് ആണ്. അടുത്തത് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഡയാറ്റംസ് ഈസ് ജനറലി. എങ്ങനെയാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ? അത് എന്താ? റയർ ആയിട്ടുള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. ഇനി സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഡയാറ്റംസ് ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഓക്സോസ്പോർസ്. ഓക്സോസ്പോർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയാറ്റോമീഷ്യസ് എർത്ത് ഈസ് ഫോംഡ് ഫ്രം. ഡയാറ്റോമീഷ്യസ് എർത്ത് ഈസ് ഫോംഡ് ഫ്രം ഓപ്ഷൻ ബി സിലിക്ക ഫ്രസ്റ്റ്യൂൾസ്. സിലിക്ക ഫ്രസ്റ്റ്യൂൾസ്. അതിൽ ഫ്രസ്റ്റ്യൂൾസ് എന്താണ്, അതുപോലെ എപ്പിത്തിക്ക ഹൈപ്പോത്തിക്ക എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ ഒന്ന് ഓർക്കുക. അടുത്ത് ഡയാറ്റോമീഷ്യസ് എർത്ത് ഈസ് യൂസ്ഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ഫിൽട്രേഷൻ ആൻഡ് പോളിഷിംഗ്. ഫിൽട്രേഷൻ ആൻഡ് പോളിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഡയാറ്റോമീഷ്യസ് എർത്ത് ഉപയോഗിക്കുന്നത്. അടുത്തത് മൂവ്മെന്റ് ഇൻ സം ഡയാറ്റംസ് ഈസ് ഡ്യൂ ടു. മൂവ്മെന്റ് ഇൻ സം ഡയാറ്റംസ് ഈസ് ഡ്യൂ ടു എന്ത് വെച്ചിട്ടാണ്? ഫ്ലെജല്ലയാണോ, സീലിയാണോ, റാഫെ ആണോ, സ്യൂഡോപോഡിയാണോ? അത് ഓപ്ഷൻ സി റാഫെ ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണേ. ഡയാറ്റംസിന്റെ മൂവ്മെന്റ് ഈസ് ബൈ റാഫെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയാറ്റംസ് ആർ ഇമ്പോർട്ടൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓപ്ഷൻ ബി മറൈൻ എക്കോസിസ്റ്റം. മറൈൻ എക്കോസിസ്റ്റം ഇത് അറിയുന്ന ചോദ്യം അല്ലേ. അടുത്തത് ഡയാറ്റംസ് ആർ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. എങ്ങനെയാണ്? ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓട്ടോട്രോപ്സ് ആണ്. അടുത്ത ചോദ്യം, ഡയാറ്റംസ് ജനറലി ഷോസ് ഏത് ലൈഫ് സൈക്കിളാണ്?
ഡയാറ്റംസിന് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്. ഓപ്ഷൻ എ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അടുത്തത് ഡയാറ്റംസ് ബിലോങ് ടു വിച്ച് ക്ലാസ് ഇൻ ഫ്രിഡ്ജ് ക്ലാസിഫിക്കേഷൻ. ഫ്രിഡ്ജ് ക്ലാസിഫിക്കേഷനിലെ ഏതിലാണ് ഡയാറ്റംസ് ആഡ് ചെയ്തിരിക്കുന്നത്? ഏതിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? ഓപ്ഷൻ ബി ബാസിലാരിയോ ഫൈസിയെ ബാസിലാരിയോ ഫൈസിയെ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ നമ്മൾ ഫ്രിഡ്ജ് ആൻഡ് സ്മിത്ത് ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്. അതിൽ ഫ്രിഡ്ജ് ആൻഡ് സ്മിത്ത് ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു എന്നുള്ളത്, ഓക്കെ, മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക. പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഫിയോഫൈറ്റയാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. വേറെ ഒന്നുമല്ല, ഇപ്പം തന്നെ അതിൽ അത്യാവശ്യം ചോദ്യങ്ങൾ എളുപ്പമാണെങ്കിൽ പോലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അതായിട്ടൊന്ന് ആദ്യം ഒന്ന് നോക്കൂ. അല്ലെങ്കിൽ ഇനി ഇപ്പം ഏകദേശം 15-16 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വീഡിയോൻ്റെ ലെങ്ത് കൂടും. അപ്പോൾ ഇനി ഫിയോഫൈറ്റ ആൻഡ് റോഡോഫൈറ്റ പ്ലസ് എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയുക. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ നമ്മൾ ചെയ്തത് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതുപോലെ ആൻസർ ചെയ്താന്ന് പറയാന്നുള്ളത് മാത്രമാണ്. ഇനി അത് കൂടാതെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം. കാരണം അറിയാത്ത ടോപ്പിക്സ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് പറയണം. അപ്പം നമുക്ക് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനിയിപ്പം എന്താ പറയുക, ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണോ, അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് സജഷനായിട്ട് നിങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ട മാറ്റങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഏത് ഫിയോഫൈറ്റ, റോഡോഫൈറ്റ ആൻഡ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കും.